അങ്ങനെ നമ്മളുടെ അവസാനത്തെ പ്രോജക്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഐ എം റിയലി എക്സൈറ്റഡ്. പൈത്തൺ എങ്ങനെ ഉപയോഗിക്കാം, എന്താണ് ഇതിൻ്റെ ശരിക്കുള്ള ഉപയോഗം എന്നുള്ളത് മനസ്സിലാക്കാം. അതുമല്ല, ഇത്രയും നാൾ പഠിച്ച ഫീച്ചേഴ്സ് എത്രമാത്രം കോംപ്ലക്സ് ആണ്, അതിൻ്റെ ലോജിക്ക് പുറത്ത് എന്ന് വെച്ചാൽ റിയൽ ആപ്ലിക്കേഷൻ കോഡ് എഴുതുന്ന സമയത്ത് എത്രമാത്രം കോംപ്ലക്സ് ആണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം, പഠിച്ചതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. ആ ഫീച്ചേഴ്സ് എല്ലാം ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ നമുക്കതിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്യണം, ഒരു കാര്യം പറയണം. അത് പറയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്, ആ വെബ് ആപ്ലിക്കേഷൻ എന്താ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു വെബ് ആപ്ലിക്കേഷനിൽ ടിപ്പിക്കലായിട്ട് കുറച്ച് ടിയേഴ്സ് ഉണ്ടാവും. നമ്മൾ ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ലെയേഴ്സിനെ വേണമെങ്കിൽ വിളിക്കാം. അതിൽ സാധാരണ വെബ് ആപ്ലിക്കേഷനിൽ നമുക്ക് കുറച്ച് ടിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ലെയേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ലെയറാണ് ഫ്രണ്ട് എൻഡ് ലെയർ, അല്ലെങ്കിൽ അതിനെ ക്ലയൻറ്റ് ലെയർ എന്ന് വിളിക്കും. എന്താ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത് ബാക്ക് എൻഡ് ലെയർ, സെർവർ ലെയർ, 3 ഡേറ്റാബേസ് ലെയർ. സാധാരണ മനസ്സിലാക്കാനൊന്നുമില്ല. പിന്നെ അതിനകത്ത് കുറച്ച് ഓപ്ഷൻ ലെയേഴ്സ് ഉണ്ട്, ആഡ്-ഓൺസ് ഉണ്ട്. അതിൽ ഫ്രണ്ട് എൻഡ് ലെയർ എന്ന് പറഞ്ഞാൽ ദ പാർട്ട് വെയർ ദി യൂസർ സീസ്, അല്ലെങ്കിൽ യൂസർ ഇൻട്രാക്ട് ചെയ്യുന്ന ഭാഗമാണ് ഫ്രണ്ട് എൻഡ് ലെയർ. എന്ന് വെച്ചാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമോ കാണുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഫ്രണ്ട് എൻഡ് ലെയർ. നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ബട്ടൺസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ഫ്രണ്ട് എൻഡ് ലെയർ. അതിനെ UI UX, യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് എന്നൊക്കെ വിളിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് HTML, CSS. HTML എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഗറേഷൻ ലാംഗ്വേജ് ആണ്. CSS എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഭംഗിയാക്കുന്നത് CSS ആണ്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിലൊരു സ്ക്രിപ്റ്റ് റൺ ചെയ്ത് എന്തെങ്കിലും ഒരു എന്താ പറയുക കണ്ടീഷൻ ലൂപ്പൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കാം. റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫ്രെയിംവർക്ക്സ് ആണ്. അത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. നിങ്ങൾക്ക് ഇൻബിൽറ്റ് പാക്കേജസും മൊഡ്യൂൾസൊക്കെ നിങ്ങൾ ഉണ്ടാക്കേണ്ട. HTML CSS ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇനഫ്, നിങ്ങൾ ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ഇത് മതിയാവും. ഇത് രണ്ടും മാത്രമേ മതി. ഇതെന്തിനാണ് പർപ്പസ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേ ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ഇൻഫർമേഷൻ കാണിച്ചു തരാൻ, നല്ല ഭംഗിയായിട്ട് കാണിച്ചു തരും. അതേപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത്, യൂസറിൻ്റെ ഭാഗത്ത് ഒരു ഇൻപുട്ട് കൊടുക്കാൻ ഫോം ഉണ്ടാവും, ആപ്ലിക്കേഷൻ ഫോംസ് ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്ക് എൻഡിലേക്ക് ഒരു റിക്വസ്റ്റ് പാസ് ചെയ്യാനും പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ബാക്ക് എൻഡിലോട് ചോദിക്കാനും പറ്റും. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞ ഫ്രണ്ട് എൻഡ് ലെയറിൽ കാണുന്നത്. അതല്ല, ഫ്രണ്ട് എൻഡ് ലെയറിന് ഒരുപാട് ഉപയോഗമൊന്നുമില്ല. നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദി ബിസിനസ് ലോജിക് ഓർ ഡയറക്റ്റ് ഡേറ്റാബേസ് ആക്സസ്. എന്ന് വെച്ചാൽ ഫ്രണ്ട് എൻഡ് ലെയർ എന്ന് ഒരിക്കലും, എന്ന് വെച്ചാൽ നിങ്ങളൊരു ഫ്രണ്ട് എൻഡ് യൂസറായിട്ട് വരുവാണ്, എല്ലാവരും വന്ന് ലോഗിൻ ചെയ്യുന്നു, എല്ലാവർക്കും ഡേറ്റാബേസ് ആക്സസ് കൊടുക്കുന്നു പറഞ്ഞാൽ ഡേറ്റാബേസ് അടിച്ചു പോകത്തില്ലേ. അപ്പം ഡേറ്റാബേസിലേക്കുള്ള ഡയറക്റ്റ് ആക്സസ് ഫ്രണ്ട് എൻഡിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഫീച്ചേഴ്സും എന്ന് വെച്ചാൽ അതിനല്ല ഫ്രണ്ട് എൻഡ് ഉപയോഗിക്കുന്നത്. ഫ്രണ്ട് എൻഡിനകത്ത് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് ഞാൻ അറിയത്തില്ല. പക്ഷേ ഫ്രണ്ട് എൻഡ് ലെയർ ഉപയോഗിക്കുന്നത് ജസ്റ്റ് യൂസറിൻ്റെ ഇൻ്റർഫേസ് മാത്രമാണ്. ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യാനും യൂസർ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം മാത്രമാണ് കേട്ടോ. ബാക്ക് എൻഡ് ലെയർ എന്ന് വിളിക്കുന്നത് ഈ പറഞ്ഞ മിഡിൽ ലെയർ. അവിടെയാണ് ഈ പറഞ്ഞ ബിസിനസ് ലോജിക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. ഓതൻറ്റിക്കേഷൻ നടക്കുന്ന അവിടെയാണ്, വാലിഡേഷൻ നടക്കുന്ന അവിടെയാണ്, ഡേറ്റാബേസ് റൈറ്റ്സ് റീഡൊക്കെ നടക്കുന്നത് ഈ പറഞ്ഞ ബിസിനസ് ലോജിക്കിലാണ്, അല്ലെങ്കിൽ ബാക്ക് എൻഡ് ലെയറിലാണ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ ഫ്ലാസ്ക്, ജാങ്കോ, Node.js, എക്സ്പ്രസ്, സ്പ്രിങ്, അങ്ങനെ കുറച്ചുള്ള ഒരുപാട് ഫ്രെയിംവർക്ക്സ് ഉണ്ട്. ആ ഫ്രെയിംവർക്ക്സ് ലാറാബെലൊക്കെ പോലെ ഫ്രെയിംവർക്ക്സ് ഉപയോഗിക്കുന്നത് ബാക്ക് എൻഡ് ലെയറാണ്. എന്ന് വെച്ചാൽ ശരിക്കുമുള്ള പരിപാടി നടക്കുന്നത് ബാക്ക് എൻഡിലാണ്, ഫ്രണ്ട് എൻഡിലല്ല. നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്തൊക്കെ കൊടുക്കണം പോസ്റ്റിൽ. ടെക്സ്റ്റ് കൊടുക്കണോ, ഇമേജ് കൊടുക്കണോ, പോസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യണോ, ഇത്രയും അറിഞ്ഞാൽ മതി. അത്രയും അറിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പണി കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട് എൻഡ് ലെയർ കഴിഞ്ഞു. എന്നാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ബാക്ക് എൻഡിൽ നടക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. സോ അതാണ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ലോജിക്ക്. അവിടെയാണ് ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം വേറെ ആവുന്നത്, കാരണം അവരുടെ അൽഗോരിതംസ് എല്ലാം വേറെയാണ്. സോ അതൊക്കെ നടക്കുന്നത് ഈ പറഞ്ഞ ബാക്ക് എൻഡ് ലെയറിലാണ്. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് എൻഡിൽ നിന്ന് കിട്ടുന്ന റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യുക, അതേപോലെ തന്നെ ഡേറ്റാബേസുമായിട്ടുള്ള ഇൻട്രാക്ഷനും ഒരു മീഡിയേറ്ററായിട്ട് ആക്ട് ചെയ്യുക, അതേപോലെ തന്നെ സെക്യൂരിറ്റിയും സെഷനും ഹാൻഡിൽ ചെയ്യുക. അതിൻ്റെ കോർ ഫങ്ഷനാലിറ്റിയൊക്കെ റൺ ചെയ്യുന്നത് ഈ പറഞ്ഞ ബാക്ക് എൻഡ് ലെയറാണ്. എന്ന് വെച്ചാൽ ഫ്രണ്ട് എൻഡ് ലെയർ നിങ്ങൾ കാണുന്ന ഇത്രയാണെങ്കിൽ ബാക്ക് എൻഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലൗഡ് സ്റ്റോറേജസ് ഉണ്ടാവും, യൂസർ പുഷ് നോട്ടിഫിക്കേഷൻ, ഹോസ്റ്റിംഗ്, ഹാഷിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നത് ഈ പറഞ്ഞ ബാക്ക് എൻഡിലാണ്. എന്നാൽ അതിന് എന്ത് റെസ്പോൺസിബിലിറ്റി ഇല്ല. UI റെൻഡറിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. റെൻഡറിങ് എന്ന് പറഞ്ഞാൽ ബ്രിങ് എവറിത്തിങ് ഇൻ ടു വൺ പ്ലേസ്, എല്ലാം കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കോഡ് എഴുതി വെച്ചേക്കുന്നത് പാരാമീറ്ററൈസ് ആയിരിക്കും, പക്ഷേ റെൻഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ എടുത്തുകൊണ്ട്. എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം, നിങ്ങളിപ്പോൾ വീഡിയോ റെൻഡർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, വീഡിയോ റെൻഡർ എന്ന് പറഞ്ഞാൽ അതിൽ ഓഡിയോ ഇൻപുട്സ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ഇൻപുട്സ് ഉണ്ടാവും, അതേപോലെ തന്നെ എഫക്ട്സ് ഉണ്ടാവും, അതേപോലെ കളർ ഗ്രേഡിങ് ഉണ്ടാവും,
ടെക്സ്റ്റ് ഉണ്ടാവും, വീഡിയോ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളെ സമ്മേഷൻ ചെയ്തൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിനാണ് റെൻഡർ ചെയ്യാന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഔട്ട്പുട്ട് കിട്ടുന്നു, എന്നാൽ മൾട്ടിപ്പിൾ ഇൻടേക്സ് എടുത്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ അല്ല. അത് നടത്തേണ്ടത് ഫ്രണ്ട് എൻഡിലാണ്. ഫ്രണ്ട് എൻഡിലാണ് ഈ പറഞ്ഞ കൊണ്ടുവരുന്ന ഡേറ്റയെ റെൻഡർ ചെയ്ത് എല്ലാം കൂടെ ഒന്നിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് ഫ്രണ്ട് എൻഡ് ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരവാദിത്വം പറഞ്ഞാൽ ഇൻകമിങ് റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുക, ബിസിനസ് റൂൾസ് പ്രോസസ്സ് ചെയ്യുക, ഡേറ്റാ ബേസോട് സംസാരിക്കുക, എക്സ്റ്റേണൽ സർവീസസ് ഉണ്ടെങ്കിൽ പേയ്മെൻറ്റോ അല്ലെങ്കിൽ ഇമെയിലോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് സ്റ്റോറേജസ് ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യുക, സെഷൻസ് മാനേജ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു യൂസറിൻ്റെ സെഷൻ ലോഗൗട്ട് ചെയ്യണോ ലോഗിൻ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്ന സെഷൻസ് ഉണ്ട്. ആ സെഷൻസിനെ മാനേജ് ചെയ്യുക, ഓതൻറ്റിക്കേഷൻ നടത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ. അതിൻ്റെ അപ്പുറത്തേക്കുണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ്. എന്ന് വെച്ചാൽ കോർ ഫംഗ്ഷനാലിറ്റീസ് മുഴുവൻ നടക്കുന്നത് ബാക്ക് എൻഡിലാണ്, മനസ്സിലാക്കിയാൽ മതി. അപ്പം ബാക്ക് എൻഡും എനിക്കുള്ള സംശയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സാധനം എഴുതി വെച്ചത്, ഈ സ്ലൈഡ് ഉണ്ടാക്കി തന്നെ. കാരണം വെച്ചാൽ ബാക്ക് എൻഡും API തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ്, അതെനിക്കുണ്ടായിരുന്ന ചോദ്യം. ഞാൻ സാധാരണ വിചാരിച്ചത് API എന്ന് പറഞ്ഞാൽ ബാക്ക് എൻഡാണ് എന്ന് വിചാരിച്ചിരുന്ന സാധനമാണ്. എന്നാൽ API ലെയർ എന്ന് പറഞ്ഞാൽ ബാക്ക് എൻഡിൻ്റെ ഒരു സബ്സെറ്റ് മാത്രമേ ആകുന്നുള്ളൂ. എന്ന് വെച്ചാൽ APIs എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർഫേസിനെ അല്ലെങ്കിൽ ഒരു എൻഡ് പോയിൻറ്റിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ APIs. എന്നാൽ APIസിന് അകത്ത് കോർ ലോജിക്ക് നടക്കുന്നുണ്ട്. അതിനെയാണ് ഈ പറഞ്ഞ ബാക്ക് എൻഡ് എന്ന് വിളിക്കുക. മറ്റേന്ന് പറഞ്ഞാൽ എൻഡ് പോയിൻറ്റ് എക്സ്പോഷർ മാത്രമുള്ളതാണ്. നോട്ട് ഓൾ ബാക്ക് എൻഡ് സിസ്റ്റംസ് എക്സ്പോസ് API, സംടൈംസ് ബാക്ക് എൻഡ് റണ്ടർ സിസ്റ്റമിൽ ഡയറക്ട്ലി. എന്നുവെച്ചാൽ ഇപ്പോൾ സർവർ സൈഡ് റണ്ടറിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ബാക്ക് എൻഡിൽ HTML റണ്ടറിങ് നടക്കാറുണ്ട്, ഓതൻറ്റിക്കേഷൻ നടക്കാറുണ്ട്. സോ ഇൻ മോഡേൺ ആർക്കിടെക്ചർ മൈക്രോ സർവീസസിലൊക്കെ API ലെയർ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിന് സെപ്പറേറ്റ് കോൺട്രാക്ട്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ക്ലയൻറ്റ് വെബ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ, വെബ് ആപ്ലിക്കേഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ സെയിം API വഴി ആയിരിക്കും പോകുന്നത്. എന്ന് പറഞ്ഞാൽ കാണുന്ന കാഴ്ച UI മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഈ പറഞ്ഞ ഡീകപ്പിൾ ചെയ്ത് വെച്ചേക്കായിരിക്കും API വെച്ചിട്ട്. സോ മൂന്നാമത്തെ ലെയറാണ് ഡേറ്റാബേസ് ലെയർ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ പെർസിസ്റ്റൻ്റായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അതായത് നിങ്ങളുടെ വോളറ്റൈൽസ് ഡേറ്റയെ നോൺ വോളറ്റൈലാക്കി മാറ്റി എവിടെയെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ലൊക്കേഷനിൽ സേവ് ചെയ്ത് വെക്കാം. ഒന്നോ അതിലധികമോ റിഡൻഡൻ്റായിട്ട് വെക്കാം. നിങ്ങൾക്ക് ഡേറ്റയുടെ റിക്വയർമെൻറ്റ്, ഡേറ്റയുടെ എന്തായാലും പറഞ്ഞ് ഡേറ്റയുടെ ആവശ്യം അനുസരിച്ച്, അതായത് പോകരുതെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലൊക്കേഷൻസിലേക്ക് അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ സാധാരണ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് SQLite ആണ്. SQLite എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ്, നിങ്ങളുടെ ലോക്കൽ ഫയൽ സിസ്റ്റത്തിൽ ഓടിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ പ്രൊഡക്ഷൻ ഡേറ്റാബേസ് അല്ല. പ്രൊഡക്ഷൻ ഡേറ്റാബേസ് ആണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ MySQL, PostgreSQL, MongoDB ഏതെങ്കിലും ഒന്ന്. ആദ്യം തീരുമാനിക്കേണ്ടത് RDBM റിലേഷണൽ ഡേറ്റാബേസ് വേണോ എന്ന് വെച്ചാൽ റോസ് ആൻഡ് കോളംസ് വേണോ എന്നുള്ളത് തീരുമാനിക്കുക. അതല്ലെങ്കിൽ ഡിക്ഷണറി ഫോർമാറ്റിലുള്ള NoSQL ഡേറ്റാബേസ് ഉപയോഗിക്കണോ വേണ്ട എന്നുള്ളത് അത് വേറൊരു ചോദ്യം. എന്ത് തരം ഡേറ്റാബേസ് ഉപയോഗിക്കണം എന്നുള്ളത് അത് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്, ബേസ്ഡ് ഓൺ സർട്ടൺ ക്രൈറ്റീരിയസ് ഉണ്ട്. എന്തിനാണ് പർപ്പസ് എന്ന് വെച്ചാൽ സ്റ്റോർ യൂസർ ഡേറ്റ, പോസ്റ്റ്, ലോഗ്സ് എക്സെട്ര, എൻഷുർ കൺസിസ്റ്റൻസി, റിട്രീവൽ ആൻഡ് ഇൻഡെക്സിങ്. ഇത്രയും കാര്യങ്ങൾ തരുന്നതാണ് ഈ പറഞ്ഞ ഡേറ്റയുടെ ഉപയോഗം. ബട്ട് എന്നാൽ നോട്ട് റെസ്പോൺസിബിൾ ബിസിനസ് റൂൾസോ വാലിഡേഷനോ UR എൻട്രിങ്ങോ ഡേറ്റാബേസിൻ്റെ ബാധ്യതയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ സെഗ്രിഗേഷൻ വെച്ചേക്കുന്നത്, ഡിഫറെൻറ്റ് ലെയേഴ്സിനും ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് വെച്ചേക്കുന്നതിൻ്റെ കാരണം. അങ്ങനെയുള്ള സാധനം ഇല്ല. എന്ന് വെച്ചാൽ ഒരു ഗ്ലോബൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. എല്ലാം കൂടെ ഒന്നിച്ച് ഒരു സാധനത്തിൽ തരാൻ വേണ്ടിയിട്ട് കൊടുക്കാറില്ല. അതുകൊണ്ട് പാക്കേജില്ല. പിന്നെ ഓപ്ഷണൽ ടിയർ എന്ന് പറഞ്ഞത് ക്യാഷ് ലെയർ. നിങ്ങൾക്ക് ഫ്രീക്വൻറ്റ് റീഡ്സോ അല്ലെങ്കിൽ പ്രോസസ് സ്പീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ലെയർ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് API ലെയറോ മൈക്രോ സർവീസ് ലെയറോ ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ ഡീകപ്പിൾഡ് സർവീസ് സ്കെയിലബിലിറ്റി API ലെയറിന് വേറെ മാറ്റി വെക്കാം. മെസ്സേജിങ് ക്യൂസ് നിങ്ങൾക്ക് ഡീകപ്പിൾ ചെയ്ത് മെസ്സേജ് അസിൻക്രണസ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ RabbitMQ, Kafka പോലുള്ള SQSQ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡീകപ്പിൾ ചെയ്യാം. CI/CD ലെയർ ഉപയോഗിച്ചുകൊണ്ട് ഡിപ്ലോയ് ചെയ്യാം. അപ്പോൾ അതൊക്കെ അവിടുന്ന് ആഡ് ഓൺ ലെയേഴ്സാണ്. സോ അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒന്നും സാധനമൊന്നുമില്ല. അത് നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച്. ഇപ്പോൾ പൈത്തണിന് പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പ്രോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈത്തൺ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാം. കോൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല, നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, അല്ല കോൺസ് നോക്കിയിട്ടല്ല. പൈത്തൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കരുത്. കാരണം പൈത്തൺ ഉണ്ടാക്കിയിരിക്കുന്നത് ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ജനറൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. എന്നാൽ നിങ്ങൾക്ക് സർട്ടൺ കാര്യങ്ങൾ ഇപ്പം ജാവ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ജാവയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ പർപ്പസ് അനുസരിച്ചാണ് നിങ്ങൾ ഓരോ ലെയറും സെലക്ട് ചെയ്യേണ്ടത്.
ഈ ഫ്രണ്ട് ലെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രെയിം വർക്ക്സ് ഉണ്ട്. ആ ഫ്രെയിം വർക്ക്സ് നിങ്ങൾക്ക് അറിയുന്നതും നിങ്ങളുടെ ആവശ്യം അനുസരിച്ചാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പം ആംഗുലർ പോലെയുള്ള ഫ്രെയിം വർക്ക്സ് ആണെങ്കിൽ അതിനകത്ത് ബാറ്ററീസ് ഇൻക്ലൂഡഡ് എന്ന് വിളിക്കും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനവും തരും, പക്ഷേ അത് നിങ്ങൾക്ക് ഹെവി ആയിരിക്കും. നിങ്ങളത് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങൾക്ക് വെറുതെ തന്നിട്ട് നിങ്ങൾ വെറുതെ ഉപയോഗിക്കാതെ വെച്ചേക്കുക. റിയാക്ട് ഞാൻ പറഞ്ഞിട്ട് നല്ലൊരു ഫ്രെയിം വർക്കാണ്. റിയാക്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിലേക്കും സ്വിച്ച് ചെയ്യാം. വ്യൂയിലേക്ക് മാറാം, ആംഗുലറിലേക്ക് മാറാം. റിയാക്ട് എന്ന് പറഞ്ഞാൽ ലൈബ്രറീസ് ബേസ്ഡ് ആണ്. മറ്റേതുപോലെ എല്ലാം കൂടി ഇല്ല, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പ്ലഗ് ആൻഡ് പ്ലേ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫ്ലാസ്കോ അതുപോലെ ഒരു ബാക്ക് എൻഡ് സാധനമാണ്. ജാങ്കോ എന്ന് പറഞ്ഞത് ബാറ്ററീസ് ഇൻക്ലൂഡഡ് ആണ്, എല്ലാം അങ്ങ് വരും. പക്ഷേ അത്രയും വേണ്ട. അതിന് പകരം നമ്മൾ ഫ്ലാസ്ക് ഉപയോഗിക്കുന്നു. ഫ്ലാസ്ക് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾക്ക് വേണ്ടതിനെ മാത്രം പിക്ക് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ മൊഡ്യൂൾസിനകത്ത് നിന്ന് എലമെൻറ്റ്സ് പിക്ക് ചെയ്യുന്ന പോലെ പിക്ക് ചെയ്തെടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, കാര്യം നോക്കട്ടെ. ഓക്കെ, ഡേറ്റാബേസ് ലെയർ ഞാൻ പറഞ്ഞ പോലെ ഡേറ്റാബേസ് ലെയർ ഏത് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. അത് നിങ്ങളുടെ ഡിപ്പെൻസ് ഓൺ ദ ആപ്ലിക്കേഷൻ. RDBMS ഉണ്ട്, NoSQL ഡേറ്റാബേസസ് ഉണ്ട്. അതിനകത്ത് തന്നെ കുറേ ചോയ്സസ് ഉണ്ട്. അത് ഓരോന്നിനും ഇപ്പം സാധാരണ ഉപയോഗിക്കുന്നത് PostgreSQL ആണ് MySQLനെക്കാട്ടിലും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല, ഞാനും പഠിക്കേണ്ടിയിരിക്കുന്നു PostgreSQLനെ കുറിച്ച്. എന്ന് വെച്ചാൽ ഇച്ചിരി നല്ല സാധനം, MySQLനെക്കാട്ടി സുഖമുണ്ട് Postgres ഉപയോഗിക്കാൻ. അപ്പം ഇപ്പം കൂടുതൽ വർക്ക് ലോഡ്സും PostgreSQLോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് MySQLനെ ഉപേക്ഷിച്ച്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഓരോ പ്രോസും കോൺസും എടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ ഡേറ്റാബേസും ഓരോ ഫീച്ചേഴ്സും എടുക്കുന്നത്. അപ്പം ചിലപ്പോൾ അതിൻ്റെ സ്പീഡ് കുറച്ച് അധികമായിരിക്കാം, അറിഞ്ഞൂടാ. ക്യാഷ് ലെയർ വേണമെങ്കിൽ ക്യാഷ് ഉപയോഗിക്കാം. ക്യാഷിന് തന്നെ വേറെ ചോയ്സ് ഉണ്ട്. Memcache ഉണ്ട്, Redis ഉണ്ട്, ഇലാസ്റ്റിക് ക്യാഷ് ഉണ്ട്, അങ്ങനെ കുറേ സർവീസസ് ഉണ്ട്. അപ്പോൾ അത് ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. മെസ്സേജിങ് സർവീസസിലാണെങ്കിൽ ഒരുപാട് സർവീസ് ഉണ്ട്. Kafka ഓപ്പൺ സോഴ്സ് ആണ്, SQS ഉണ്ട്, Amazon ഉണ്ട്, RabbitMQ നിങ്ങൾക്ക് തന്നെ സർവീസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈച്ച് ലെയർ ഹാസ് എ സിംഗിൾ റെസ്പോൺസിബിലിറ്റി, നത്തിങ് എൽസ്. അങ്ങനെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കറിയുന്ന ടെക്നോളജിയാണ് നിങ്ങൾക്ക് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചെയ്താൽ മതി. ഫസ്റ്റ് ലെവലിലൊന്നും നിങ്ങൾ അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി നോക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഡിപ്ലോയ് ചെയ്ത് സാധനം റൺ ചെയ്യാൻ നോക്കാം. സോ വാട്ട് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ, വാട്ട് ഈസ് നോട്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, ഓരോന്നിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നനുസരിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ ലെയർ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്റ്റാറ്റിക് വെബ്സൈറ്റ്സ് മതിയെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് എൻഡിൻ്റെ ആവശ്യമില്ല, ഡേറ്റാബേസിൻ്റെ ആവശ്യമില്ല. എല്ലാം കൂടെ ഫ്രണ്ട് എൻഡിൽ മാത്രം നിങ്ങൾക്ക് സ്റ്റാറ്റിക് ഡേറ്റാബേസ് കൊടുത്തുകൊണ്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് കട്ട് ചെയ്യാം. പക്ഷേ ട്രാഫിക് കൂടുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നിങ്ങളുടെ വെബ്സൈറ്റ് ഡൈനാമിക് ആയി മാറിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും സ്റ്റാറ്റിക് ആക്കി വെക്കരുത്. നിങ്ങൾക്കത് ഡൈനാമിക്കിലേക്ക് മാറണം. ഡൈനാമിക്കിലേക്ക് മാറുമ്പോൾ ഈ പറഞ്ഞ 3 ലെയറെങ്കിലും വേണം മിനിമം. ബാക്കിയുള്ള ലെയേഴ്സൊക്കെ നിങ്ങളുടെ ട്രാഫിക്കിൻ്റെ എന്താ പറയുക ഫ്രീക്വൻസി പോലെ ഇരിക്കും. അതേപോലെ തന്നെ സ്റ്റോറേജിൻ്റെ ഫ്രീക്വൻസി പോലെ ഇരിക്കും. സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ എടുക്കുന്നു. പിന്നെ നിങ്ങളുടെ പ്രോസസ്സിങ് കമ്പ്യൂട്ടർ എഞ്ചിൻ കൂടുതൽ വേണോ വേണ്ടയോ, കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ബാക്കിയുള്ള ലെയേഴ്സൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ പ്രോജക്റ്റിലേക്ക് പോകാം. ഇതാണ് എൻ്റെ പ്രോജക്റ്റ് കോഡ്. അത് ഫ്ലാസ്ക് OTP ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. ഇത് അതെൻ്റെ ഗിറ്റ് റിപ്പോസിറ്ററി കിടപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. ഇത് പബ്ലിക് റിപ്പോസിറ്ററിയാണ്, ഫ്ലാസ്ക് OTP ആപ്പ് എൻ്റെ റിപ്പോസിറ്ററി. നിങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ ഫോർക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം അത് ഞാനിപ്പോൾ ലോക്കലിലേക്ക് ക്ലോൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കോഡ്. അപ്പോൾ അതിനകത്ത് app.py എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അത് ഇങ്ങനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പം ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് ഒന്നുകൂടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ സോ ഇറ്റ് വിൽ ബി ലിസ്ണിങ് ഓൺ ദിസ് സ്പോട്ട്. ഞാനത് കൺട്രോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. അതിലേക്ക് എൻ്റെ അടുത്ത് ഫസ്റ്റിൽ ചോദിക്കുന്നത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ പറയുന്നത് എൻ്റെ ഇമെയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്നിട്ട് ഓട്ടോമാറ്റിക്കലി കണ്ടോ ലോഗിനിലേക്ക് പോയി. നേരത്തെ രജിസ്റ്റർ ആയിരുന്നു, ഒന്നുകൂടെ കാണിച്ചു തരാം. നേരത്തെ രജിസ്റ്റർ ആയിരുന്നു, ഞാൻ രജിസ്റ്റർ ഞെക്കി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർ ആണെന്ന് കാണിച്ചപ്പോൾ ലോഗിനിലേക്ക് റീഡയറക്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആ സെർവർ ലോഗോ നോക്കി കാണുന്നത് മനസ്സിലാവും. നിങ്ങൾക്കിപ്പോൾ ഒരു 302 കാണാം, കാരണം റീഡയറക്ഷൻ നടന്നു. രജിസ്റ്റർ വിളിച്ചപ്പോൾ റീഡയറക്ഷൻ നടന്നു 32. അതിനുശേഷം ലോഗിനിലേക്ക് പോയി. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഇമെയിൽ കൊടുക്കുന്നു, സെൻഡ് OTP എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എനിക്കൊരു കോള് പോകുന്നുണ്ട്, വെരിഫൈ എന്ന് പറഞ്ഞിട്ടൊരു കോള് നടന്നു. അവിടെ 200 റെസ്പോൺസ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഇമെയിലിലേക്കൊരു മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ ആ ഇമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ.
അപ്പോൾ എൻ്റെ ഇമെയിലിലേക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. കണ്ടോ, ലോഗിൻ OTP വന്നിട്ടുണ്ട്. ഞാൻ OTP കോപ്പി ചെയ്യുന്നു. ഞാൻ വെരിഫിക്കേഷനിൽ വന്നിട്ട് ഞാൻ വെരിഫൈ ചെയ്യുന്നു. അപ്പോൾ പറയുന്നു ഇൻവാലിഡ് ഓർ എക്സ്പയർ OTP എക്സ്പയർ ആയിട്ടുണ്ട്, ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ പറയുന്നു. ഞാൻ വീണ്ടും ഇമെയിൽ കൊടുക്കുന്നു, OTP റിക്വസ്റ്റ് ചെയ്യുന്നു, OTP സെൻഡ് ചെയ്യുന്നു. വീണ്ടും ഞാൻ ഇമെയിലിലേക്ക് പോകുന്നു, OTP വീണ്ടും വന്നു, ഞാനത് കോപ്പി ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു. നൗ ഇറ്റ്സ് വെരിഫൈഡ്. സോ നേരത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ OTP എക്സ്പയർ ആയി, ഞാനൊരു എക്സ്പയറേഷൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം കോഡ് എങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പോൾ എക്സ്പയർ ആയതുകൊണ്ട് വീണ്ടും ലോഗിൻ ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ സെഷൻ ആക്റ്റീവാണ്. സെഷൻ ടോക്കൺ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് എന്നോട് പറയുന്നു വെൽക്കം ടു ദ ഫീഡ്. ഇൻസ്റ്റാഗ്രാം പോലെ സാധനം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നു ടുഡേ ക്ലൈമറ്റ് ഈസ് നൈസ് ക്ലൈമറ്റ്. ഞാൻ ഇമേജ് ഒന്നും കൊടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഫീഡിനകത്ത് കണ്ടോ, എൻ്റെ എൻ പോയിൻ്റ് മാറി /ഫീഡായി. അപ്പം എൻ പോയിൻറ്റ്സ് കോളൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം വെരിഫൈ ചെയ്യുന്നു, വെരിഫൈ ചെയ്തതിന് ശേഷം പിന്നെ പറയുന്നു ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ എൻ പോയിൻ്റ് വിളിക്കുന്നു. അവിടെ നിന്നും റീഡയറക്റ്റ് ചെയ്തിട്ട് ഫീഡിലേക്ക് പോകുന്നു. ഫീഡിലേക്ക് വന്ന് 200. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫീഡിലാണ് നിൽക്കുന്നത്. ഫീഡിൽ കാണിക്കുമ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ പോസ്റ്റിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്, ആര് പോസ്റ്റ് ചെയ്തു, എന്താണ് പോസ്റ്റ് ചെയ്തത്, അതിന് എത്ര ലൈക്ക് കിട്ടി, ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഈ പറഞ്ഞ വെബ് ആപ്ലിക്കേഷൻ്റെ ഉപയോഗം. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, സോ അതിനു മുമ്പ് ഞാൻ എൻ്റെ ആർക്കിടെക്ചറൽ ഡയഗ്രം ഒന്ന് കാണിച്ചു തരാം, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ ആസ് എ യൂസർ ആക്സസിങ് ദ ഹോം പേജ്. അപ്പോൾ എന്ത് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള എൻ പോയിൻ്റ് വിളിച്ചു. അപ്പോൾ എന്ത് രജിസ്ട്രേഷൻ യൂസർ രജിസ്ട്രേഷൻ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു, ഇമെയിൽ അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഇമെയിൽ അഡ്രസ്സ് വന്ന് SQL ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്തു. അതിനുശേഷം അപ്പം യൂസറിൻ്റെ ഡേറ്റാബേസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് യൂസറിൻ്റെ ഡേറ്റാബേസ്. യൂസറിന് ഒരു ID ഉണ്ടാവും. ഞാൻ SQL ഓപ്പൺ ആക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, അതിന് വേറെ സെപ്പറേറ്റ് ടൂളൊക്കെ വേണം. അതുകൊണ്ട് ഞാൻ എക്സൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ, വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എക്സൽ ഷീറ്റ് പഠിക്കുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അപ്പം ഞാൻ ID എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡുണ്ട്, ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, പേരുണ്ട് യൂസറിൻ്റെ, നമ്മൾ കൊടുക്കുന്ന പാസ്വേഡിൻ്റെ ഹാഷ് ഉണ്ടാവും, അതുപോലെ തന്നെ OTP ഉണ്ടാവും. അതിനുശേഷം OTPക്ക് ഒരു എക്സ്പയറേഷൻ ഉണ്ടാവും. അതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ISO ഫോർമാറ്റിലാണ് ഈ പറഞ്ഞ ടൈം കിടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 30 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം യൂസറിൻ്റെ ഡേറ്റാബേസ് ഇത്രയാണ്. അപ്പം നമ്മൾ യൂസർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് യൂസറിൻ്റെ ഇമെയിലോട്ട് ചോദിക്കുന്നു. അപ്പോൾ ആ സമയത്ത് OTP സെൻഡ് ചെയ്യുന്നു. ആ സെൻഡ് ചെയ്തത് മുതൽ OTPക്ക് ഒരു സമയം ഇടുന്നു. ആ സമയം യൂസർ ആ കോഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത്, അതായത് ലോഗിൻ വിളിക്കുന്ന സമയത്ത് OTP സെൻഡ് ചെയ്യുന്നു. ആ OTP സെൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞ ഡേറ്റാബേസിലേക്ക് കൊണ്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട് യൂസറിൻ്റെ പ്രൊഫൈലിൽ. അതോടുകൂടി നിങ്ങൾ വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഡേറ്റാബേസിലുള്ള OTPയും നിങ്ങൾ എൻ്റർ ചെയ്യുന്ന OTPയും സെയിം ആണോ എന്ന് നോക്കുന്നു. സെയിം ആണെങ്കിൽ യു വിൽ ബി റീഡയറക്റ്റഡ് ടു ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ പോയിൻറ്റിലേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യുന്നു. നിങ്ങൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഫീഡിലേക്ക് എത്തുന്നു, അതിനുശേഷം നിങ്ങളുടെ നമ്പർ ഓഫ് ലൈക്സ് കാണുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ. അതിൽ രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിൾ, അതായത് ഒരു ഡേറ്റാബേസിനകത്ത് ടേബിൾസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു എക്സൽ ഷീറ്റിനകത്ത് മൾട്ടിപ്പിൾ ഷീറ്റ്സ് ഉണ്ടാവും. യൂസേഴ്സ് എന്ന ഷീറ്റ് ഉണ്ടാവും, പോസ്റ്റ് എന്ന ഷീറ്റ് ഉണ്ടാവും, ലൈക്സ് എന്ന ഷീറ്റ് ഉണ്ടാവും. അപ്പോൾ പോസ്റ്റിനകത്ത് നിങ്ങളുടെ പോസ്റ്റിൻ്റെ ID ഉണ്ടാവും, ഒരു യുണീക്ക് ഐഡൻറ്റിഫയർ ആകും. അതേപോലെ യൂസർ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാവും, എന്ന് വെച്ചാൽ നിങ്ങളുടെ യൂസറെ മാപ്പ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ കൊടുക്കുന്ന എന്താണോ ടെക്സ്റ്റ്, ഇമേജ് ഉണ്ടെങ്കിൽ ഇമേജിന് പാത്ത് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ S3 ബക്കറ്റിലോ അല്ലെങ്കിൽ വോളിയൂമത്തിലോ ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. എപ്പോഴാണ് ആ പോസ്റ്റ് ഉണ്ടാക്കിയത് അത് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ടൈം അനുസരിച്ച്. നിങ്ങളുടെ പോസ്റ്റിന് എത്ര ലൈക്ക് കിട്ടി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോസ്റ്റ് എന്ന ടേബിളിലേക്ക് എൻ്റർ ചെയ്യണം. ലൈക്സ് എന്ന് പറഞ്ഞതിനകത്ത് നമുക്ക് ലൈക്സിന് ഒരു ID ഉണ്ടാവും. അതിന് ഏത് പോസ്റ്റിനാണ് ഏത് യൂസർ ഏത് സമയത്ത് ഏത് പോസ്റ്റ് ആര് ലൈക്ക് ചെയ്തു. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ലൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെപ്പറേറ്റ് ടേബിൾ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസർ തന്നെ മൾട്ടിപ്പിൾ ടൈം ലൈക്ക് ചെയ്യാൻ പാടില്ല, അതല്ലേ കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് യൂസർ ഒരേ യൂസർ തന്നെ ഒരേ പോസ്റ്റിനകത്ത് തന്നെ ലൈക്ക് അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ യുണീക്ക് വാല്യൂ ആയിട്ട് മാറ്റണം. എന്ന് വെച്ചാൽ ഒരു യൂസർക്ക് ഒരു പോസ്റ്റിൽ ഒരു ലൈക്ക് മാത്രമേ അടിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലൈക്സുമായിട്ട് കോറിലേറ്റ് ചെയ്തേക്കാണ്, എന്ത് 1-to-1 മാപ്പിംഗ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ചെയ്തത് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയേക്കുന്നത് ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഈ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ
പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ പിപ്പ് ഇൻസ്റ്റാൾ. ഇപ്പം ഞാൻ പിപ്പ് ഇൻസ്റ്റാൾ ഫ്ലാസ്ക് എന്ന് കൊടുത്താൽ അത് ഇൻസ്റ്റാൾ ആകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഡൗൺലോഡ് ചെയ്യാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഫ്ലാസ്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാസ്കിൻ്റെ പൈത്തൺ ലൈബ്രറി കാണിച്ചു തരും. അതിൽ PYPI.org എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിനകത്ത് അതിൻ്റെ മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കി അറിയാം എത്രമാത്രം മൊഡ്യൂൾസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ സെർച്ച് ചെയ്താൽ കിട്ടും. അതുപോലെ തന്നെ അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള കമാൻഡും തരും. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോയി കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പറഞ്ഞ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ആവും. ഓക്കെ, അപ്പോൾ ആ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മൊഡ്യൂളിനകത്ത് എന്തൊക്കെയുണ്ട്? നേരത്തെ പറഞ്ഞ ആ സാധനം ഫ്രം മൊഡ്യൂൾ സെലക്ട് എ മൊഡ്യൂൾ ഓർ എ ഫീച്ചർ ഞാൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോൾ നോക്കുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈറ്റ് പാക്കേജസിലാണ് നമ്മൾ പറഞ്ഞ എന്താ പറയുക തേർഡ് പാർട്ടി മൊഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആ സൈറ്റ് പാക്കേജസിനകത്ത് ഫ്ലാസ്ക് ഉണ്ട്. ഫ്ലാസ്കിനകത്ത് എന്തുണ്ടെന്ന് നോക്കാം. ഫ്ലാസ്കിനകത്ത് അപ്പോൾ ഫ്ലാസ്ക് എന്താണ്? അതൊരു പാക്കേജ് ആണോ ലൈബ്രറി ആണോ എന്താണ് അവസ്ഥ? ഇതൊരു ലൈബ്രറിയാണ്. കാരണം എന്താ ജെയ്സൺ വരുന്നുണ്ട്, അതേപോലെ തന്നെ സാൻസിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മറ്റൊരു പാക്കേജ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് പാക്കേജസ് ആൻഡ് മൊഡ്യൂൾസ് ആണ്. എന്ന് പറഞ്ഞാൽ അതൊരു ലൈബ്രറിയാണ്. അപ്പോൾ ഫ്ലാസ്ക് ഒരു ലൈബ്രറിയാണെന്ന് പറയാം. അപ്പോൾ അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഫ്ലാസ്കിനകത്ത് ഫ്ലാസ്ക് എന്ന് പറഞ്ഞൊരു ക്ലാസ്, കാരണം എഫ് ക്യാപ്പിൽ കൊടുത്ത് കഴിഞ്ഞാൽ ക്ലാസ് ആണെന്ന് അറിയാമല്ലോ. ക്ലാസ് വേണം. അതേപോലെ തന്നെ റിക്വസ്റ്റ് എന്ന് വെച്ചിട്ടൊരു മറ്റൊരു വേരിയബിൾ ഉണ്ട്. JSONify എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. റീഡയറക്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. URL4 എന്ന് ഫംഗ്ഷൻ ഉണ്ട്. റെൻഡർ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഫ്ലാഷ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. സെഷൻ എന്ന് പറഞ്ഞ മറ്റൊരു വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ ഈ ആപ്ലിക്കേഷന് വേണ്ടി വേണ്ടതെന്ന് വെച്ചാൽ API ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ വേണം. സെക്കൻഡ് ലൈൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അതിലേക്ക് എത്തുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു റാൻഡം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു മൊഡ്യൂളുണ്ട്, അതുകൂടി ഇൻസ്റ്റാൾ ചെയ്യുന്നത് വെച്ചാൽ റാൻഡം വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, എന്ന് വെച്ചാൽ പറഞ്ഞ OTP ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് റാൻഡം ഉപയോഗിക്കുന്നത്. പിന്നെ ഡേറ്റാബേസ് കണക്ഷൻ വേണ്ടിയിട്ട് ഞാൻ SQLite ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഡേറ്റ് ടൈം, അതായത് സമയം കാൽക്കുലേറ്റ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടൈം സ്റ്റാമ്പ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് ടൈം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തിനാണെന്ന് വെച്ചാൽ സിസ്റ്റം വേരിയബിൾസിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ പാത്ത് ഡിഫൈൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ OS സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു, ഫ്ലാസ്ക് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിലേക്ക് പോകണം. അപ്പോൾ നമുക്കിവിടെ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ എല്ലാം വേണമെന്ന് വെച്ചാൽ വേണ്ട, ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡണ്ടഡ് നെയിം എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഫ്ലാസ്കിൻ്റെ എക്സിക്യൂഷനാണ്. അപ്പോൾ ക്ലാസ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡണ്ടഡ് നെയിം എന്ന് പറഞ്ഞാൽ മെയിനാണ്. മനസ്സിലായല്ലോ, അതൊക്കെ ഓർത്തോണേ. അപ്പോൾ എന്ത്, ഫ്ലാസ്ക് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ മുഴുവൻ എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നു, അതിനെ ആപ്പിലേക്ക് കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ 3 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇമെയിലിൻ്റെ കേസ് വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം ഞാനൊരു ഇത് നോക്കണ്ട, ഡേറ്റാബേസ് എവിടെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അത് ഞാനിവിടെ ഡേറ്റാബേസ് ഓട്ടോമാറ്റിക്കലി ആവുന്നതാണ്, കാരണം ഈ ഒരു ക്രിയേഷൻ സമയത്ത് നമ്മൾ പാത്ത് പറഞ്ഞു കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ പറയുന്നു ഡേറ്റാബേസ് എന്ന് വെച്ചാൽ ഇതിൽ DBയുടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത് ഞാൻ എക്സലിലേക്ക് വരുമ്പോൾ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ 3 യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ യൂസേഴ്സ് എന്ന് പറഞ്ഞുള്ള നേരത്തെ കാണിച്ച എക്സൽ ഷീറ്റിൽ കാണിച്ച സാധനം തന്നെ യൂസേഴ്സ്, പോസ്റ്റ്, ലൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള 3 ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ക്രിയേറ്റ് ടേബിൾ, യൂസേഴ്സ്, പോസ്റ്റ് ആൻഡ് ലൈക്സ്. അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ID ഉണ്ടാവും, ഇമെയിൽ ഉണ്ടാവും, OTP ഉണ്ടാവും, എക്സ്പയറി ഉണ്ടാവും. ഈ പറഞ്ഞ പോസ്റ്റിനകത്താണെങ്കിൽ നേരത്തെ കാണിച്ച എക്സൽ ഷീറ്റ് തന്നെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഡേറ്റാബേസിനെ ഇനിഷ്യലൈസ് ചെയ്തു. എന്ന് വെച്ചാൽ 3 ടേബിൾസ് ഉള്ള ഡേറ്റാബേസിനെ ഞാൻ ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ പിന്നീട് ഫംഗ്ഷൻ ഉണ്ടാക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫംഗ്ഷനാലിറ്റിയാണ്, ഡിഫൈൻ ആണ്. അപ്പോൾ അതിനെ കോൾ ചെയ്യണം, എന്നാൽ മാത്രമേ റൺ ചെയ്യത്തുള്ളൂ. സോ വി ആർ എക്സിക്യൂട്ടിങ് ഇറ്റ് 6 ലൈനിൽ. അതിനുശേഷം നമ്മളൊരു ജനറേറ്റ് OTP എന്ന് പറഞ്ഞ ഒരു മെത്തേഡ്, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അതിനകത്ത് പറഞ്ഞു അതിൻ്റെ ലെങ്ത്ത് 6 ആവണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. 6 ക്യാരക്ടേഴ്സ് ഉണ്ടാവണം. എന്ന് വെച്ചാൽ ലെങ്ത്ത് നമ്മൾ ഒരു എന്താ വിളിക്കുന്നത്, പൊസിഷണൽ പാരാമീറ്റേഴ്സ് അല്ലേ, കീവേഡ് പൊസിഷണൽ പാരാമീറ്റേഴ്സാണിത്. എന്നിട്ട് എന്ത് റിട്ടേൺ ചെയ്യുന്നു എന്ന് വെച്ചാൽ വി ആർ റാൻഡം എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് 0നും 9നും ഇടയിലുള്ള ഒരു നമ്പർ ഉണ്ടാക്കുന്നു. അതെന്ത് ചെയ്തു, ഈ പറഞ്ഞ 6 ക്യാരക്ടറിലൂടെ ലൂപ്പ് ചെയ്ത് പോകുന്നു. അതിനുശേഷം ഈ നമ്പേഴ്സിനെ എല്ലാം കൂടെ ജോയിൻ ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. അതാണ് നിങ്ങൾ കണ്ട ഇമെയിലിനകത്ത് 6 ക്യാരക്ടർ കാണാനുള്ള കാരണം നമ്മൾ ആ പറഞ്ഞു കൊടുത്ത മെത്തേഡാണ്. ജനറേറ്റ് OTPയിൽ പറഞ്ഞു കൊടുത്തേക്കാണ് 6 ലെങ്ത്തുള്ള ഒരു OTP ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞേക്കാണ്. അപ്പം ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഡെഫിനിഷൻ മാത്രമേ ആയിട്ടുള്ളൂ, വി ഡിഡ്ന്റ് എക്സിക്യൂട്ട് ഇറ്റ് യെറ്റ് അല്ലേ, നമ്മളിതുവരെ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല.
അതിനുശേഷം പറയുന്നു സ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോം പേജ്. ഞാനത് റൗട്ടിങ്ങിലേക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ APIസിൻ്റെ ഒരു ക്ലാസ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, വാഗ്ദാനം ചെയ്തത്. ഞാൻ പക്ഷേ എടുക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയണം. അതായത് HTTP പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയണം, HTTPയുടെ ആർക്കിടെക്ചർ പറയണം, അതിൻ്റെ ട്രാഫിക് ഫ്ലോ പറയണം. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ അത് തീരത്തുള്ളൂ. അത് സെപ്പറേറ്റ് മൊഡ്യൂൾ തന്നെയാണ്. എന്നുവെച്ചാൽ സാധാരണ സിമ്പിളി പറയുന്ന ഒരു കോഡല്ല, അതിന് പുറകിൽ നടക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് സ്ലാഷ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് പേജാണ്. ഇൻഡെക്സ് പേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ instagram.com എന്ന് വിളിച്ചാൽ instagram.com/ എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹോം പേജാണ്. ആ ഹോം പേജിൽ പറയുകയാണ്, ഹോം പേജ് വിളിക്കുകയാണെങ്കിൽ രജിസ്റ്ററിലേക്ക് റീഡയറക്റ്റ് ചെയ്തോളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ കണ്ട ഈ ഒരു റീഡയറക്ഷൻ കണ്ടത്. കണ്ടില്ലേ, കണ്ടോ? ഈ പറഞ്ഞ സ്ലാഷ് വിളിച്ചപ്പോൾ നേരെ റീഡയറക്റ്റ് ചെയ്തു. 302 എന്ന് പറഞ്ഞ റീഡയറക്ഷനാണ്, HTTP കോഡാണ്. അതെന്ത് രജിസ്റ്ററിലേക്ക് പോയി. രജിസ്റ്റർ ചെയ്തതിന് ശേഷം 200 വന്നു. അപ്പോൾ രജിസ്ട്രേഷനിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ മെത്തേഡ്സ്, ഗെറ്റ് ആൻഡ് പോസ്റ്റ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് മറ്റേടത്താണ്. ഇത് ഞാൻ ജസ്റ്റ് പൈത്തൺ കോഡ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് പറഞ്ഞു കൊടുക്കാൻ രജിസ്റ്റർ എന്ന് വെച്ചാൽ മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് ഡെക്കറേറ്റ് ചെയ്തേക്കാണ്, കണ്ടോ? @decorators ആണ്. അതുകൊണ്ടാണ് ഡെക്കറേറ്റേഴ്സ് കവർ ചെയ്തത്. അതിനുശേഷം നമുക്ക് കിട്ടിയ റിക്വസ്റ്റിൽ നിന്ന് നമുക്ക് ഇമെയിലിനെ എടുക്കുന്നു. ഇമെയിലിനെ എടുത്തതിന് ശേഷം നമ്മൾ ഒരു കണക്ഷൻ ചെക്ക് നടത്തുന്നു. എന്ന് വെച്ചാൽ ഈ ഇമെയിൽ ഇന്ന യൂസറിലേക്ക് എൻട്രി ചെയ്യാം. എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആണല്ലോ. എക്സൽ ഷീറ്റിലേക്ക് വന്നിട്ട് നമ്മൾ പറയുന്നു ഈ ഇമെയിൽ ഇയാളുടെ യൂസേഴ്സ് എന്ന് പറഞ്ഞൊരു ഡേറ്റാബേസിലേക്ക് റൈറ്റ് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം പറയുക രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയി, പ്ലീസ് ലോഗിൻ ആൻഡ് സക്സസ്ഫുൾ. എന്ന് വെച്ചാൽ നിങ്ങൾ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയി, അങ്ങനെ ആണെന്ന് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ രജിസ്റ്റർ ചെയ്യാം. അത് ലോഗിൻ ബട്ടൺ ഇല്ല, ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ലോഗിൻ ബട്ടൺ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഷൻ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യണം, എല്ലാ കുക്കീസും ക്ലിയർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നു. ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഇമെയിൽ കൊടുത്ത് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നു. അപ്പം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ, പ്ലീസ് ലോഗിൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇത് സക്സസ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഫ്ലാഷ് മെസ്സേജാണ്. അത് ഗ്രീൻ റെഡ് അങ്ങനെ ഒരു സാധനത്തിന് വേണ്ടി ചെയ്യുന്ന അത് ഇതിൻ്റെ ഫീച്ചറാണ് ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ടൊരു ഫങ്ഷൻ്റെ ഒരു ഫീച്ചറാണത്. അതിനുശേഷം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഇമെയിൽ ഓൾറെഡി രജിസ്റ്റേഡ്, നിങ്ങൾ ഇമെയിൽ ഓൾറെഡി രജിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കുക, റെഡിൽ കാണിക്കുക രജിസ്റ്റർ ആണ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ മൊഡ്യൂൾസിനും സെപ്പറേറ്റ് എക്സെപ്ഷൻസ് ഉണ്ട്. അത് നമ്മളുടെ മൊഡ്യൂളിൻ്റെ അബ്സൊല്യൂട്ട് പാത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ SQLiteൻ്റെ ഇൻറ്റഗ്രിറ്റി എററിനകത്ത് വരുന്ന സാധനമാണ്. അത് നമ്മൾ കസ്റ്റം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ കിട്ടിയ മൊഡ്യൂളിനകത്ത് വന്നതാണ്. അത് പൈത്തൻ്റെ ഇൻബിൽറ്റ് എക്സെപ്ഷനോ അല്ല. ഇപ്പോൾ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടായിരിക്കുന്നത് ഡേറ്റാബേസ് എറർ എന്നാണ്. ഡേറ്റാബേസ് എറർ എന്തെന്നുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എററിൽ നിന്നുണ്ടായിരിക്കുന്ന എറർ എന്തെന്ന് വെച്ചാൽ എക്സെപ്ഷൻ എന്ന് വെച്ചാൽ ഇത് പറയണമെന്ന് കുറേ ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് ഇൻറ്റഗ്രിറ്റി എറർ എന്ന് പറഞ്ഞാൽ ക്ലാസ് എന്തിൽ നിന്നുണ്ടായിരിക്കുന്നു? ഡേറ്റാബേസ് എറർ നിന്നുണ്ടായിരിക്കുന്നു. ഡേറ്റാബേസ് എന്തിൽ നിന്നുണ്ടായിരിക്കുന്നു? എറർ നിന്നുണ്ടായിരിക്കുന്നു. എറർ എന്തിൽ നിന്നുണ്ടായിരിക്കുന്നു? എക്സെപ്ഷൻ ഉണ്ടായിരിക്കുന്നു. എക്സെപ്ഷൻ എന്തിനുണ്ടായിരിക്കുന്നു? ബേസ് എക്സെപ്ഷൻ ഉണ്ടായിരിക്കുന്നു. ബേസ് എക്സെപ്ഷൻ എന്തുണ്ടായിരിക്കുന്നു? അതിന് വേറെ സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട്, അതാണ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞ സാധനം. ഇതൊക്കെ കുറേ പിന്നെ തിരിച്ചു പോകണേ. അപ്പം ഞാൻ എല്ലാ ഫംഗ്ഷനാലിറ്റി എടുക്കുന്നില്ല, പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെ ചെയ്യുന്നുള്ളത്. അതിനുശേഷം നമ്മൾ എന്ത് റീഡയറക്റ്റ് ചെയ്യുന്നു? ലോഗിനിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കിട്ടുന്നത് login/login ആണ്. അതുകൊണ്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ പറയുന്നത് ലോഗിൻ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പം ഇത് ഈ ബാക്ക് എൻഡ് പ്രൊസീജിയർ നിങ്ങൾ കാണുന്നെങ്കിലും ഫ്രണ്ട് എൻഡിൽ ഇതെങ്ങനെ മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സെപ്പറേറ്റ് ടെംപ്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. കാരണം HTML ടെംപ്ലേറ്റ്സ് വേറെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ടെംപ്ലേറ്റ് ഉണ്ട്. അതിലേക്ക് നമ്മൾ ഡേറ്റ പാസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ലോഗിൻ. അതായത് ഈ പറഞ്ഞ ഇതിലേക്ക്, അതായത് നമ്മളെ ഫ്രണ്ട് എൻഡിലേക്ക് കൊടുക്കുന്ന ഡേറ്റ ഉണ്ട്. ആ ഡേറ്റ എന്തൊക്കെ വേണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ റിട്ടേൺ സ്റ്റാറ്റസിലാണ്. ആർക്ക് കൊടുക്കണം തിരിച്ചെന്ന് വെച്ചാൽ ക്ലയൻ്റാണ് കോൾ ചെയ്യുന്നത്. ക്ലയൻ്റ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലയൻ്റ് എന്ന് പറഞ്ഞാൽ UI ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അത് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ HTML-നകത്ത് പറയുന്നത് നമ്മളെന്ത് ലോഗിൻ വിളിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് HTML. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ, റിക്വസ്റ്റ് ചെയ്യുന്നതും നിങ്ങളുടെ റിക്വസ്റ്റ് പാസ് ചെയ്യുന്നതും ഫ്രണ്ട് എൻഡാണ്, പ്രോസസ്സ് ചെയ്യുന്നത് മാത്രമാണ് ബാക്ക് എൻഡ്. അപ്പം ബാക്ക് എൻഡിൽ രജിസ്ട്രേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. സോ ഇതാണ് API, ഇതാണ് ബാക്ക് എൻഡ്.
എന്നുവെച്ചാൽ ഇവിടെയാണ് ഈ പറഞ്ഞ കോർ ലോജിക്ക് നടക്കുന്നത്. ഇത് എക്സ്പോസ് ചെയ്യുന്നു എന്ന് മാത്രം, സെർവറിൻ്റെ ഈ പറഞ്ഞ എൻ പോയിൻ്റ് എക്സ്പോസ് ചെയ്യുന്നു മാത്രമാണ് API ലെയർ ചെയ്യുന്നത്. എന്നാൽ ആക്ടിവിറ്റി നടക്കുന്നത് ഇതിനകത്താണ്. ഡേറ്റാബേസ് ആക്സസ് നടക്കുന്നു. അപ്പോൾ അവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പറഞ്ഞു കൊടുത്തേക്കെന്ന് വെച്ചാൽ ലോഗിൻ കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ലോഗിൻ കഴിഞ്ഞാൽ റീഡയറക്റ്റ് ചെയ്യേണ്ടത് ലോഗിൻ കഴിഞ്ഞ് റീഡയറക്റ്റ് ചെയ്തേക്കുന്നത് വെരിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള എൻ പോയിന്റിലേക്കാണ്. അതിവിടെ പറഞ്ഞു കൊടുത്തേക്കുന്നത് വെരിഫൈ. ഓക്കെ, ഞാൻ app.py എടുക്കണം. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നുണ്ട് റീഡയറക്റ്റ് ടു വെരിഫൈ എന്ന് പറഞ്ഞ എൻ പോയിന്റിലേക്ക് പോകാം. അപ്പോൾ വെരിഫൈ എന്താണ്? ഇവിടെയാണ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ റിക്വസ്റ്റിനകത്ത് ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ, അതേപോലെ ഇൻപുട്ട് OTP ഉണ്ടെങ്കിൽ, നമ്മൾ ഇമെയിലിൽ കിട്ടിയ OTP ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഡേറ്റാബേസിലുള്ള OTP ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അതിനുശേഷം അതിനൊരു എക്സ്പയറി ഡേറ്റ് വെച്ച് വെക്കുന്നു. അതിൻ്റെ ഒരു കമ്പാരിസൺ, അതായത് ഈക്വൽ ടു ആണെങ്കിൽ, നമ്മൾ ഡേറ്റാബേസിലുള്ളത് നമ്മൾ എൻ്റർ ചെയ്തുള്ള OTP ഈക്വൽ ടു ആണെങ്കിൽ ലോഗിൻ സക്സസ്ഫുൾ ആണ്, അല്ലെങ്കിൽ ഇൻവാലിഡ് OTP ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സെഷൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട്, അതായത് ഈ പറഞ്ഞ ലെസ് ദാൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ OTP എക്സ്പയറിയും കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ എക്സ്പയറി ആണ്, നേരത്തെ കാണിച്ച ആ ഒരു കണ്ടീഷൻ വന്നു. അതിനുശേഷം പറയുന്നു വെരിഫൈ എൻ പോയിന്റിലേക്ക് കൊടുക്കുന്നു, വെരിഫിക്കേഷൻ നടക്കുന്നു. വെരിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ feed.html എന്ന് പറഞ്ഞ സാധനം ലോഡ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ നമ്മൾ ഫീഡ് കാണുന്നു. സോ വി ആർ നൗ ഫീഡിലേക്ക് എത്തുന്നു. ഫീഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു ഒരു ലൂപ്പാണ്. ഇത് ജാവാസ്ക്രിപ്റ്റ് ആണ്, എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് ആണെന്ന് സംശയമുണ്ട്, അതിനെ അടിക്കരുത്. അപ്പോൾ ഇതൊരു ലൂപ്പാണ്. ആ ലൂപ്പിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഫീഡ് എന്തൊക്കെയാണോ ആ ഫീഡ് നമ്മളുടെ യൂസറിൻ്റെ ലോഗിനിലേക്ക് കാണിച്ചു കൊടുക്കുക. ഒന്നുകൂടെ ലോഗിൻ ചെയ്യാം. സോ 30 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. സോ അതിനു മുമ്പ് ഞാൻ ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെരിഫൈയിലേക്ക് വന്നു. വെരിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റ് പോസ്റ്റാണ്. അപ്പം ഹായ് ഹലോ എന്ന് പറഞ്ഞ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ പോസ്റ്റ് പോകുന്നു. അപ്പം നമ്മളടുത്ത് ഫീഡിലേക്ക് എത്തുന്നു. ഫീഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ പോസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫീഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ നമ്പർ ഓഫ് ലൈക്സ്, ലൈക്ക് ആണെങ്കിൽ ഇത് പറഞ്ഞാൽ അൺലൈക്ക് എന്ന് പറഞ്ഞ ബട്ടൺ കാണിക്കുക. അത് പ്യൂർ HTML ആണിത്. അതിനുശേഷം വെരിഫിക്കേഷൻ നടന്നു. സെൻഡ് OTP, നേരത്തെ പറഞ്ഞു സെൻഡ് OTP നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് യൂസർ ഇമെയിൽ ഉണ്ട്. നമുക്ക് കൊടുത്ത ഇമെയിൽ അഡ്രസ്സിലേക്ക് നമ്മൾ എന്തെന്നു ജനറേറ്റ് OTP എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാലിറ്റി കോൾ ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. നേരത്തെ ഡെഫിനേഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാണ്. എക്സിക്യൂഷൻ നടക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റാബേസിലേക്ക് ഈ പറഞ്ഞ ഒരു OTP റൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ കണക്ഷൻ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം പറയുന്നു OTP സെൻഡ് ചെയ്തു സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവിടെ വെച്ച് ആ പരിപാടി കഴിയുന്നു. പിന്നെ നടക്കുന്നത് വെരിഫിക്കേഷനിലാണ്. ആ വെരിഫിക്കേഷൻ നടക്കുന്നത് പിന്നെ അടുത്ത സ്റ്റെപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇമെയിൽ എങ്ങനെയാണ് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഞാൻ സെപ്പറേറ്റ് മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്, ഇമെയിൽ യൂട്ടിലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഞാൻ app.py ഞാൻ ആ ഒരു മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. കോൾ ചെയ്യുന്നു. സെയിം ഡയറക്ടറിയാണ്. സോ ഇറ്റ് വർക്ക്സ്. അതിനകത്ത് ഞാൻ സെൻഡ് OTP എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷനാലിറ്റി എടുക്കുന്നു. സോ ഐ ഹാവ് എ ഫംഗ്ഷൻ കോൾ സെൻഡ് OTP. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ, എൻ്റെ SMTP സെർവർ ഉണ്ട്. ആ SMTP സെർവറുമായിട്ട് സംസാരിച്ചതിന് ശേഷം, അത് SMTP സെർവറിന് സംസാരിക്കണമെങ്കിൽ അതിനകത്തൊരു യൂസർ ID ആൻഡ് പാസ്വേഡ് ഉണ്ടാവും. അപ്പോൾ അതെൻ്റെ SES എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആമസോണിൻ്റെ സർവീസാണ്. അപ്പം ചെയ്യുന്ന വെച്ചാൽ നേരെ എൻ്റെ ആപ്ലിക്കേഷൻ എൻ്റെ മെയിൽ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഓത്തൻറ്റിക്കേറ്റ് ചെയ്യും. ആ ഓത്തൻറ്റിക്കേറ്റിംഗ് ക്രെഡൻഷ്യൽസ് കിടക്കുന്നത് app.py ഞാൻ അന്ന് നേരത്തെ കാണിച്ച ആ ഒരു ഓത്തൻറ്റിക്കേഷൻ, ഈ പറഞ്ഞ പാസ്വേഡ്സ് ഉണ്ട്. ആരാണ് ഇമെയിൽ അയക്കേണ്ടത്, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇമെയിൽ വന്നിരിക്കുന്നത് admissions@ahrix എന്നാണ്. അതാണ് എൻ്റെ വെരിഫൈഡ് ഇമെയിൽ. അത് പിന്നെ യൂസർ ID യും പാസ്വേഡും ഉണ്ടാവും. അത് വെച്ചതിന് ശേഷം ഈ SMTP സെർവർ വഴി ഇമെയിൽ പുറത്തേക്ക് അയക്കുന്നു. ഓക്കെ, അതിനുശേഷം അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ ഇമെയിൽ പോകുന്നത്. അതിനുശേഷം പറഞ്ഞത് യൂട്ടിലിറ്റിനകത്ത് വന്നിട്ട് നമുക്ക് എന്താണ് മെസ്സേജ് കൊടുക്കേണ്ടത്, ലോഗിൻ OTP എന്ന് പറഞ്ഞ മെസ്സേജ് സബ്ജക്റ്റിൽ കൊടുക്കണം. ഫ്രം നമ്മുടെ സെൻറ്റർ ആയിരിക്കണം. അതുപോലെ റെസിപ്പിയൻ്റ് ഇമെയിൽ നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ അഡ്രസ്സാണ്. എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനാലിറ്റി കോൾ ചെയ്യുന്ന സമയത്ത്, app.py കോൾ ചെയ്യുന്ന സമയത്ത് സെൻഡ് OTP നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
എവിടെയാണ് സെൻഡ് ഒ ടി പി എന്ന ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അതിനകത്ത് സെൻഡറേയും റെസിപ്പിയൻറ്റിനെയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. SMTP എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പാസ്വേഡ്സും സെൻഡർ ഇമെയിലും കൊടുക്കുന്നുണ്ട്. യൂസറിൻ്റെ ഇമെയിലാണ് നമ്മൾ നേരത്തെ റെസിപ്പിയൻ്റ് ഇമെയിലായിട്ട് കൊടുക്കുന്നത്. അതേപോലെ നമ്മുടെ OTP കോഡും കൂടെ ഈ പറഞ്ഞ ജനറേറ്റ് OTP വഴി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ ഇമെയിൽ പുറത്തേക്ക് പോകുന്നു. ആ ഇമെയിൽ നമുക്ക് വരുന്നു. പിന്നെ പറഞ്ഞ വെരിഫിക്കേഷൻ നടക്കുന്നു. ഇതാണ് നമ്മുടെ പ്രോജക്റ്റ്. അപ്പം ഇതെനിക്ക് അറിയാം, നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ എന്നാലും ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്, ഇതിൻ്റെ എങ്ങനെയാണ് ഇത് പറഞ്ഞ ലോജിക്ക് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പൈത്തൺ മൊഡ്യൂൾ ഞാൻ നിർത്താം. എപ്പോഴും നോക്കേണ്ടത് നിങ്ങൾ ആർക്കിടെക്ചർ ഡയഗ്രാം വച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. എങ്ങനെയാണ് ഈ പറഞ്ഞ ആരോസ് ഏത് വഴിക്കാണ്, ഏത് ഡയറക്ഷനിലേക്കാണ് ഈ ആരോ പോകുന്നത്, എങ്ങനെയാണ് അത് തിരിച്ചു വരുന്നത്, എവിടെ നിന്നാണ്, എപ്പോഴാണ്, ഏത് സ്റ്റേജിലാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതുണ്ട് സിമ്പിൾ ആർക്കിടെക്ചറാണ്. 1 2 3 4 ബ്ലോക്കേ ഉള്ളൂ. ആ 4 ബ്ലോക്ക് വെച്ചിട്ട് ഞാൻ എഴുതി വെച്ചേക്കുന്ന കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് സ്റ്റേജിലാണ് ഇമെയിൽ സെൻഡ് ചെയ്യുന്നത്, അതെപ്പോൾ വെരിഫിക്കേഷനിൽ വരുന്നു, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചുമയ്ക്കുന്നു. അപ്പം ഞാനത് എങ്ങനെ ഈ പറഞ്ഞ കോഡിങ് സിംപ്ലിഫൈ ചെയ്യാന്നുള്ളൊരു വീഡിയോ ചെയ്തതിന് ശേഷം വി ക്യാൻ റാപ്പ് അപ്പ് ആൻഡ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. എനിക്കറിയാം ഇത് സ്പീഡിലാണ് പോകുന്നത്. കാരണം ഇത് പഠിപ്പിക്കണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ക്ലാസ് തന്നെ നോക്കണം. ജാങ്കോയോ അല്ലെങ്കിൽ ഫ്ലാസ്ക് APIയുടെ ഫ്ലാസ്ക് ചോദിക്കുന്നത്. സോ അടുത്ത എപ്പിസോഡ് കാണാം. താങ്ക് യു വെരി മച്ച്.